രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഉത്തർപ്രദേശിൽ ആവശ്യമായ ഇന്ധനം ലഭ്യമാണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, ഇതിലിപ്പോൾ നമുക്കറിയാം, ഇന്ന് വന്ന വാർത്ത നയാര എനർജി വില വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അത് ചെറിയ വില വർധനയൊന്നുമല്ല. 5 രൂപ 30 പൈസയാണ് പെട്രോളിന് കൂട്ടിയത്. ഡീസലിനുമുണ്ട് വില വർധന. അപ്പോൾ മറ്റ് കമ്പനികളും ഇതേ വഴിക്ക് പോകുമോ എന്നൊരാശങ്ക ജനങ്ങൾക്കുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണോ കേന്ദ്രം എന്താണ് വ്യക്തമാക്കുന്നത്? രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയാണ്. കൃത്യമായി തന്നെ വിതരണ ശൃംഖലയടക്കം സുസ്ഥിരവും സുരക്ഷിതവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വലിയ രീതിയിലുള്ള തെറ്റായ പ്രചാരണങ്ങളാണ് ഇന്ധന പ്രതിസന്ധിയുമായി ഉണ്ടാകുന്നത് എന്നതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം സമൂഹ മാധ്യമത്തിലടക്കം ഈ പെട്രോൾ പമ്പുകളിലടക്കം വലിയ ക്യൂ ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ പാചകവാതകത്തിന്റെയും ഇന്ധനത്തിന്റെയും വില ഉടൻ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ പമ്പുകളിലേക്കും അതുപോലെ തന്നെ ഗ്യാസ് ഏജൻസികൾക്കും മുന്നിൽ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എന്തായാലും അത്തരമൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവർത്തിക്കുകയാണ്. കൃത്യമായി പെട്രോളും ഡീസലും അതുപോലെ തന്നെ LPGയും രാജ്യത്ത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇപ്പോഴും ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും സാധാരണഗതിയിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. ഇത്തരത്തിൽ തെറ്റായ പ്രചാരണങ്ങൾ അത് ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം കൂടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ നടത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളടക്കം വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ നിലപാട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയതാണ്. ഇത്തരത്തിൽ പരിഭ്രാന്തരായി ബുക്ക് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ പെട്രോൾ പമ്പുകൾക്ക് മുന്നിലേക്ക് വരേണ്ട സാഹചര്യം നിലവിലുണ്ടായിട്ടില്ല. കൃത്യമായി ഇന്ത്യയുടെ പക്കൽ ഇന്ധന ശേഖരമുണ്ട്. ഇത്തരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ത്യ ഇന്ധനക്ഷാമത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു ലോക്ക്ഡൌൺ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനരഹിതമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായ ഇന്ധന ശേഖരം അത് ഇന്ത്യയിലുണ്ട്. കൃത്യമായ ക്ഷാമം ഒരു തരത്തിലും ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അനുജ, ശരി, അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. അനുജ, ഈ പാനിക് പർച്ചേസ് പേടിച്ചാണ് അവശ്യ സാധന നിയമമൊക്കെ കൊണ്ടുവന്ന് അത് വലിയ തരത്തിൽ ചിലർക്കെങ്കിലും അത് ഹോട്ടൽ മേഖലയിലടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. ഈ ഇന്ധനവില കൂടുമ്പോൾ സ്വാഭാവികമായ ആളുകൾ ചെയ്യുന്നതാണ് കൂടുതൽ ഇന്ധനം നിറച്ചു വെക്കുക, അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ പോയി ഇന്ധനം നിറയ്ക്കുക, ആവശ്യമില്ലെങ്കിൽ പോലും സംഭരിച്ചു വെക്കുക എന്നൊരു രീതി. പക്ഷെ എന്തുകൊണ്ടാണ് നയാര എനർജി വില വർദ്ധിപ്പിച്ചത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടാകും, മറ്റു കമ്പനികൾ ഇതേ വഴി പിന്തുടരുമോ എന്ന പേടി എല്ലാവർക്കും സ്വാഭാവികമാണ്. എങ്കിലും അത് വല്ലാതെ നമ്മൾ അങ്ങനെ പാനിക്കായി പർച്ചേസ് ചെയ്താൽ ആവശ്യക്കാർക്ക് ചിലപ്പോൾ അത് കിട്ടാതെ വരുന്ന സാഹചര്യത്തിലേക്ക് പോകരുത്. അതുകൊണ്ട് ആശങ്ക വേണ്ട എന്ന കേന്ദ്ര സർക്കാരിന്റെ വാക്കുകളെ നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.